ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനി യൂജിൻ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അമിതവണ്ണം, അതുപോലെ തന്നെ പ്രമേഹം, കൊളസ്ട്രോൾ ഇതെല്ലാം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന നല്ല ഒരു ഹെർബൽ സൂപ്പാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സൂപ്പാണ് ഇന്നത്തേത്. അപ്പോൾ പ്രമേഹവും അതുപോലെ തന്നെ കൊളസ്ട്രോളും ഓവർ വെയ്റ്റും ഒക്കെ ഉള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇടയ്ക്കൊക്കെ ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ ഈ ഒരു സൂപ്പ് ആഹാരത്തിൽ ഉൾപ്പെടുത്തുക നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യം ബെറ്റർ ആവാനായിട്ട് കൂടി അത് സഹായിക്കും. നമ്മുടെ ഈ ഒരു മുരിങ്ങയിലയും നെല്ലിക്കയും ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു സൂപ്പിൻ്റെ പ്രത്യേകത നമ്മുടെ ക്ഷീണവും തളർച്ചയും എല്ലാം മാറിക്കിട്ടാൻ കൂടി ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ഒരു ചെറിയ റിക്വസ്റ്റ്, ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓളൊന്നുകൂടി സെലക്ട് ചെയ്യുക. പ്രമേഹം തടയാൻ, അതുപോലെ കൊളസ്ട്രോൾ, പ്രഷർ, അമിതവണ്ണം എന്നിവയൊക്കെ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ നല്ല കിടിലനൊരു സ്പെഷ്യൽ സൂപ്പുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള നമ്മുടെ മുരിങ്ങയിലയാണ് നമ്മൾ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. നമുക്ക് ഒരു മുരിങ്ങയിലയാണ്, ഒരു ഫുള്ള് മുരിങ്ങയിലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ അടർത്തി ഇങ്ങനെ ചെറുതാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടെ എൻ്റെ കയ്യിൽ ഒരു ഫ്രൂട്ട് ഇരിപ്പുണ്ട്, അത് ഞാൻ ജസ്റ്റ് ഇവിടെ വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു സൂപ്പിൽ ആഡ് ചെയ്യാനല്ല, എങ്കിൽ പോലും ഞാനിവിടെ വെച്ചിരിക്കുന്നത് നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസിനൊക്കെ ഏറ്റവും നല്ലത് ഫ്രൂട്ട്സ് കൂടുതൽ കഴിക്കുക എന്നുള്ളതാണ്. ഏറ്റവും നല്ലത് നമുക്ക് ഇടയ്ക്ക് സ്നാക്സൊക്കെ കഴിക്കാൻ തോന്നുന്ന സമയത്ത്, വിശപ്പ് കൂടുതലുള്ള സമയത്തൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള പഴങ്ങൾ, നമ്മുടെ നാടൻ പഴങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതിലൊരുപാട് വൈറ്റമിൻസും ഒക്കെ നമുക്ക് നമ്മുടെ നാച്ചുറലായിട്ടുള്ള വിഷോടിക്കാത്ത നമുക്ക് കിട്ടും. ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായ ബെറാബയാണ് കേട്ടോ, ജസ്റ്റ് അത് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു തണ്ട് മുരിങ്ങയില നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. അതും ഒരു തണ്ട് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കിട്ടുമെങ്കിൽ അത് തന്നെ എടുക്കുക. അല്ലാതെയുള്ള നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതൊക്കെ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നന്നായിട്ട് കഴുകി, നല്ലോണം കഴുകി, കുറച്ച് സമയം വെള്ളത്തിൽ മുക്കി വെച്ച് കഴുകി വേണം എടുക്കാനായിട്ട്. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ മുരിങ്ങയിലയുടെ ഈ തണ്ടൊക്കെ അങ്ങോട്ട് മാറ്റുന്നതാണ് കൂടുതലും നല്ലത്, നമ്മുടെ ഈ ഒരു സൂപ്പ് റെസിപ്പിക്ക് കൂടുതലും നല്ലത് കേട്ടോ. ഈ വലിയ തണ്ട് മാത്രം മാറ്റിയാൽ മതി, ചെറിയ തണ്ട് കുഴപ്പമില്ല. അടുത്തതായിട്ട് വേണ്ടത് നമുക്ക് ഒരു നെല്ലിക്കയാണ്. അപ്പോൾ ഞാനിവിടെ 2 നെല്ലിക്ക എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഒരു നെല്ലിക്കയാണ്. ഇപ്പോൾ തീരെ കുഞ്ഞ് നാടൻ നെല്ലിക്കയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 2 എടുക്കാം. നമ്മുടെ ഈ നെല്ലിക്ക അത്യാവശ്യം നല്ല വലിപ്പമുള്ള നെല്ലിക്കയല്ലേ, അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ 1 എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ കുരു എടുക്കണ്ട, അല്ലാതെ തന്നെ ഇത് നന്നായിട്ട് നേർമയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുരിങ്ങയില, അതുപോലെ തന്നെ കറിവേപ്പില, അതുപോലെ നെല്ലിക്ക. ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ അടുത്തതായിട്ട് വേണ്ടത് 3 ഗ്ലാസ് വെള്ളമാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പാനിൽ 3 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടത്, നമ്മൾ ഈ വെള്ളം ഒന്ന് വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, നേരിയ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ നെല്ലിക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെല്ലിക്കയ്ക്കാണ് കൂടുതൽ വേവ്. ഇപ്പം നെല്ലിക്ക നമുക്ക് ആദ്യം ഒന്ന് കിടന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ട് നമുക്ക് ബാക്കി നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്താൽ മതിയേ. അപ്പം നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളിനി മുരിങ്ങയിലയും അതേപോലെ തന്നെ കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുക്കാൻ പോവാണ്. നമ്മളിപ്പോൾ കറിവേപ്പിലയാണ് ആദ്യം ഇടുന്നത്. നമ്മളിപ്പോൾ 1 പിടി മുരിങ്ങയിലയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കുറച്ച് സമയം തിളപ്പിക്കുകയാണ് വേണ്ടത്. നമ്മളിനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോണത് ഒരല്പം കുരുമുളക് പൊടിയാണ്. ടേസ്റ്റിനായിട്ടൊരല്പം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണിലും കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ നമ്മളത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് തിളയ്ക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ സത്തെല്ലാം നന്നായിട്ട് ഇളകത്തക്ക വിധത്തിൽ നമ്മൾ കുറച്ച് സമയം ഇത് തിളപ്പിച്ചെടുക്കണം. പിന്നെ നമുക്ക് ഇനി ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. ഇത് നമുക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനൊക്കെ നല്ലതാണ്, നമ്മുടെ മഞ്ഞൾപ്പൊടി. അത് ഈ പറഞ്ഞ പോലെ നമുക്ക് ചെറിയ അളവിൽ, അതുപോലെ തന്നെ പ്രമേഹം കുറയ്ക്കാനൊക്കെ നല്ലതാണല്ലേ.
അപ്പോൾ അത് നമുക്കൊരല്പം ചേർത്ത് കൊടുക്കാം. ഒരു മാക്സിമം 1/4 ടീസ്പൂണിൽ കൂടാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ കണക്ക് കേട്ടോ. ഒരു ദിവസം നമ്മൾ അത്രയും കൂടുതൽ അതിൽ കൂടുതൽ കഴിക്കാൻ പാടില്ലെന്നാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചെറിയ അളവിൽ ചേർത്ത് കൊടുക്കുക. ഇത് കുറച്ച് സമയം കൂടി, ഞാനത് ഫുൾ വീഡിയോയിൽ കാണിക്കുന്നില്ല കാരണം ലെങ്ത് കൂടുന്നതുകൊണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓളൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസും ടിപ്സുകളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോ കിട്ടുകയും ചെയ്യും. അതൊക്കെ നമുക്ക് ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ നമുക്ക് ലൈഫിൽ ഫോളോ ചെയ്യാനും പറ്റും. ഇത് നമ്മൾ കുറച്ചധികം സമയം തിളപ്പിക്കണം. അതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന മുരിങ്ങയിലയും കറിവേപ്പിലയും അതേപോലെ തന്നെ നെല്ലിക്കയുടെയൊക്കെ സത്ത് നന്നായിട്ട് ഈ വെള്ളത്തിലേക്ക് ലയിച്ച് വരണം. അതിനായിട്ട് നമ്മളൊരു കുറച്ചധികം സമയം തിളപ്പിച്ച് അത് നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഇന്ദുപ്പ് ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. നമ്മളിവിടെ ഇതിൻ്റെ അകത്ത് ഈ ഒരു ഹെൽത്തി ഡ്രിങ്കിൻ്റെ അകത്ത് നമ്മൾ ഉപ്പിനെ പോലെ ഇന്ദുപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് അതിൻ്റെ സത്തൊക്കെ നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. അതായത് നമ്മൾ ഇപ്പോൾ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചെങ്കിൽ ഒരു ഏകദേശം ഒരു 1.5 ഗ്ലാസ്സിലേക്ക് നമുക്ക് വറ്റി വരണം. അത്രയും സമയം കൊണ്ടേ നമ്മുടെ നെല്ലിക്കയൊക്കെ വേവുള്ളൂ. അപ്പം ഞാനിനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മൂടി വയ്ക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതൊന്ന് അരിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ സത്തെല്ലാം നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതാണ്. ഓവറായിട്ട് ഭക്ഷണം കഴിക്കാൻ തോന്നുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് ഫുഡ് കഴിച്ചിട്ട് ഇനി അടുത്ത നെക്സ്റ്റ് ഫുഡിൻ്റെ ഇടയ്ക്കായിട്ട് കഴിക്കാം. ആ ഒരു ടൈമിൽ കഴിച്ചാൽ നമുക്ക് കുറച്ച് സമയം കൂടി നമുക്ക് വിശപ്പിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ഡ്രിങ്കിൻ്റെ മറ്റൊരു പ്രത്യേകത നമ്മുടെ മുടി വളർച്ചയ്ക്കും വളരെയേറെ സഹായിക്കുന്ന കാര്യങ്ങൾ ഇതിലുണ്ട്. ഇപ്പം നമ്മുടെ നെല്ലിക്കയൊക്കെ ആണെങ്കിൽ മുടി അതുപോലെ തന്നെ മുടി വളരാൻ അതുപോലെ തന്നെ മുടി നരയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒന്നാണ്. അപ്പോൾ അവർക്കൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾ ചെയ്തിട്ടുള്ള കൊച്ചു ടിപ്സുകളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.